ഷെറിനെ മാത്രമായിട്ടാണോ ഈ ഉപദേശക സമിതി ശുപാർശ നൽകിയത്? അതിനൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ തള്ളാനും ഇവരുടെ മാത്രം കൊള്ളാനുള്ള കാരണം എന്താണ്? അല്ല, ഇതിനകത്ത് എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത് ജയിൽ ഉപദേശക സമിതി? നേരിട്ട് ജയിൽ ഉപദേശക സമിതി കുറ്റവാളിയിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അവര് യോഗം ചേർന്ന് അവിടുന്ന് പൊടുന്നനവേ ഒരു തീരുമാനം എടുക്കുകയാണോ? അല്ലല്ലോ. അതിന് ചട്ടങ്ങൾ നിരവധിയായിട്ടുള്ള സ്റ്റെപ്പുകൾ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. 2024 ആഗസ്റ്റ് മാസം തൊട്ട് ഇവർ തന്നെ വിടുതൽ ചെയ്യാനുള്ള അപേക്ഷകളുമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ വന്ന അപേക്ഷകൾ വിവിധ തരത്തിൽ പരിശോധിക്കുന്നു. അത് പോലീസിന്റെ വെരിഫിക്കേഷൻ റിപ്പോർട്ട് വാങ്ങിക്കണം, പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് വേണം, ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് വേണം, നിയമവകുപ്പിന്റെ പരിശോധന, ഇതെല്ലാം കഴിഞ്ഞ് നിയമവകുപ്പിന്റെ പരിശോധന വേണം. ഇതെല്ലാം നടത്തിയതിനു ശേഷമാണ് ജയിൽ ഉപദേശക സമിതിയുടെ പരിഗണനയ്ക്ക് പോകുന്നത്. ഇത്രയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കേവലം 6 മാസം പോലും എടുത്തില്ല. ഇത്രയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 6 മാസം പോലും എടുത്തില്ല. വളരെ സ്പീഡുണ്ട് അതിന്. അല്ല, എന്താണ് ഈ സ്പീഡിന്റെ ഒരു കാലഗണന? എങ്ങനെയാണ് അത് നിർണ്ണയിക്കുന്നത്? ഇപ്പൊ ബ്രൂവറി കേസ് ചർച്ച ചെയ്യുമ്പോൾ 14 മാസം എടുത്തിട്ടാണ് അവിടെ തീരുമാനം എടുത്തത്. 14 മാസം ഒയാസിസിന്റെ അപേക്ഷ വന്ന് സർക്കാരിന്റെ വിവിധ തലത്തിലുള്ള സംവിധാനങ്ങൾ 10 ഘട്ടങ്ങളിലായിട്ട് പരിശോധന നടത്തി. എന്നിട്ട് 14ാമത്തെ മാസമാണ് ഈ കഴിഞ്ഞ ജനുവരി 16-ാം തീയതിയിലെ ക്യാബിനറ്റിൽ തീരുമാനം വരുന്നത്. ഡിസംബർ 16-ന്റെ ക്യാബിനറ്റിൽ അതിനെക്കുറിച്ച് പറയുന്നത് എന്താ? അതും വേഗത്തിലാണ്. 14 മാസം എടുത്ത ഒരു തീരുമാനവും വേഗത്തിലാണ്. ഇപ്പൊ 6 മാസം എടുത്ത ഒരു സ്റ്റെപ്പിനെ കുറിച്ച് താങ്കൾ പറയുന്നു അതും വേഗത്തിലാണ്. അപ്പൊ എന്താണ്? ആകെ ഒരു സർക്കാരിന്റെ കാലയളവ് 5 വർഷമാണ്. 5 വർഷത്തിലെ 60 മാസേ ഉള്ളൂ. അതിൽ 14 മാസം എടുത്താലും അതിവേഗമാണ്, 6 മാസം എടുത്താലും അതിവേഗമാണ്. അപ്പൊ എന്താണ് ഈ വേഗതക്കുള്ള ഒരു മാനദണ്ഡം എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതില്ലേ? അല്ല, വേഗത എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ അല്ല. മുണ്ടക്കൈ ദുരന്തമുണ്ടായി ഇപ്പോൾ എത്ര മാസമായി? പുനരധിവാസം തുടങ്ങിയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അതേസമയം ഷെറിൻ ഓഗസ്റ്റ് മാസത്തിൽ അപേക്ഷ കൊടുക്കുന്നു, ജനുവരിയിൽ ഉത്തരവിറങ്ങുന്നു. അപ്പോൾ വേഗതയ്ക്ക് പലതിനും പല മാനദണ്ഡമാണ്. പുനരധിവാസം തുടങ്ങിയോ എന്നുള്ളത് താങ്കൾക്കറിയില്ലായിരിക്കാം, പക്ഷെ നാട്ടുകാർക്കറിയാം. ഇന്നലെയും അവിടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്നു. ആ യോഗ തീരുമാനങ്ങൾ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി റിപ്പോർട്ട് ചെയ്തു. മീഡിയ വണ്ണും മാധ്യമത്തും പത്രത്തിലെല്ലാം അത് വന്നു. എന്നിട്ടും മുണ്ടക്കൈ പുനരധിവാസത്തെ കുറിച്ചുള്ള തീരുമാനങ്ങൾ അറിയില്ല എന്ന് ഞാൻ തീരുമാനങ്ങൾ അറിയില്ല എന്നല്ല പറഞ്ഞു. പുനരധിവാസം യാഥാർത്ഥ്യമായിട്ടില്ല എന്നേ പറഞ്ഞുള്ളൂ. നമുക്ക് അതിൽ തർക്കിക്കണ്ട. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കൃത്യമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, 2024 14 വർഷം പൂർത്തിയാക്കിയ ഒരു വനിതാ തടവുകാരി, അവർ ചെറുപ്പക്കാരിയാണ്, അവർക്ക് മുമ്പ് കുറ്റം ചെയ്ത ട്രാക്ക് റെക്കോർഡൊന്നുമില്ല, ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടു, അവർക്ക് ഇനിയും ജീവിതമുണ്ട്. സർക്കാരിന് മുമ്പിൽ ഒരു അപേക്ഷ വരുന്നു, സർക്കാർ അത് പരിഗണിക്കുന്നു, വ്യത്യസ്ത തലങ്ങളിൽ പരിഗണിക്കുന്നു, ഇളവ് കൊടുക്കുന്നു, സുപ്രീം കോടതി നിർദ്ദേശ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട്. അതിലെന്താണ് നിങ്ങൾ കാണുന്ന പ്രശ്നം? അജിംസ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ കാതലായ വിഷയം, ഇവർക്ക് ഇപ്പോൾ പരോൾ കൊടുത്തിരിക്കുന്നു. ഇവർക്ക് പരോൾ കൊടുക്കുമ്പോൾ പരോൾ കൊടുക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നു. നമുക്കറിയാം, ഇവിടെ ഒരു കേസിൽ ഒരു പ്രതി ശിക്ഷിക്കപ്പെട്ടാൽ അവർക്ക് അവരുടെ ശിക്ഷാ കാലയളവിൻ്റെ 1/3 കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പരോൾ അനുവദിക്കാവൂ. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 വർഷം കഴിയണം. ഇവരെ സംബന്ധിച്ച് ഇവർ ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് 2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആദ്യത്തെ പരോൾ അനുവദിക്കുകയുള്ളൂ. ഇവിടെ നോക്കൂ, ഈ പ്രതിയെ സംബന്ധിച്ച് ഒരു കുറ്റവുമില്ല എന്ന് പറയുമ്പോൾ അവർ ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തിന് 3 വ്യത്യസ്ത വകുപ്പുകളിലായി ജ്യോതികുമാർ, അങ്ങനെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. അതായത് ഇവർ ജയിലിലായി 1.5 വർഷം കഴിയുമ്പോൾ, അപ്പോൾ സർക്കാർ ഏതാണെന്ന് ആലോചിക്കുക, 2010 ജൂണിലാണ് ഇവരെ ശിക്ഷിക്കുന്നത്. 1.5 വർഷം കഴിയുമ്പോൾ ഇവർക്ക് ആദ്യ പരോൾ ലഭിച്ചു. അന്ന് ആരാണ് ഭരിക്കുന്നത് കൂടി ഓർമ്മ വേണം. നമുക്കത് ചർച്ച ചെയ്യാമേ, നമുക്കത് ഉൾപ്പെടെ ചർച്ച ചെയ്യാം.